തലസ്ഥാനത്ത് വർണ്ണക്കാഴ്ചയൊരുക്കി കനകക്കുന്നിലെ പുഷ്പമേള. അപൂർവീനം പുഷ്പങ്ങളുടെ പ്രദർശനം കാണാനെത്തുന്നത് നിരവധി പേരാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മേള ജനുവരി 2-ന് സമാപിക്കും. പുതിയ വർഷം തലസ്ഥാന നഗരം വരവേൽക്കുന്നതിന് നയനമനോഹരമായ പൂക്കളിലൂടെയാണ്. ജില്ലയിലെ രണ്ടാമത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമാക്കാൻ ഒരുങ്ങുന്ന കനകക്കുന്നിലാണ് ടൂറിസം വകുപ്പ് വസന്തോത്സവം കാണികൾക്കായി ഒരുക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പുഷ്പമേളയുടെയും ന്യൂ ഇയർ ലൈറ്റ് ഷോയുടെയും ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. തുടർന്ന് വൈകിട്ട് നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, ആന്റണി രാജു, GR അനിൽ എന്നിവർ മുഖ്യാതിഥികളായി. അപൂർവ ഇനങ്ങളിലുള്ള നിരവധി പുഷ്പങ്ങളാണ് മേളയെ ആകർഷകമാക്കുക. ഒപ്പം വസന്തോത്സവം കാണാനും പൂക്കൾക്കിടയിൽ നിന്നും ചിത്രങ്ങൾ എടുക്കാനും ആളുകൾ നിരവധിയാണ്. എല്ലാ പൂവും ഇഷ്ടമായി, കൊള്ളായിരുന്നു. സൺഫ്ലവർ, പിന്നെ റോസാപ്പൂക്കള്, കുറേ പൂക്കളാണ്. നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അവിടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ റോസാപ്പൂ കൊണ്ട് വളരെ മനോഹരമായിട്ടുണ്ട്. മൊത്തത്തിൽ വളരെ നല്ല അറേഞ്ച്മെൻ്റ് ആണുള്ളത്. വളരെ നന്നായിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളും വ്യത്യസ്ത കലാപരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. കനകക്കുന്ന് കൊട്ടാരവളപ്പിനെ അലങ്കരിക്കുന്ന തരത്തിലാണ് മേള ഒരുക്കിയത്. സംസ്ഥാനത്തിന്റെ പുറത്തുനിന്നെത്തിക്കുന്ന പുഷ്പങ്ങൾ പ്രത്യേകം തട്ടുകളിൽ വിന്യസിച്ച് ക്യൂറേറ്റ് ചെയ്ത പുഷ്പമേളയാണ് ഇത്തവണത്തേത്. അങ്ങനെ പുതുവർഷം പ്രമാണിച്ച് ആളുകൾക്ക് പൂക്കളുടെ ഗംഭീര വിരുന്നൊരുക്കി തലസ്ഥാന നഗരം. ക്യാമറമാൻ സുനിലിനൊപ്പം അർച്ചന രവീന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.